Welcome to all. Structure of atom. Section 2. Subatomic particles. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. റൈറ്റ് എ നോട്ട് ഓൺ E/M ratio of electron. E/M ratio of electron. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്. ഓരോ പോയിന്റായിട്ട് നോക്കാം. E/M ratio is charge to mass ratio of electron. എന്താണ് E/M ratio? ചാർജ് ടു മാസ് റേഷ്യോ. ചാർജ് ടു മാസ് റേഷ്യോ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഇതിനെയാണ് E/M റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്. ദ റേഷ്യോ വാസ് മെഷേർഡ് ബൈ J.J. തോംസൺ യൂസിങ് കാഥോഡ് റേ ട്യൂബ്. E/M റേഷ്യോ മെഷർ ചെയ്തത് J.J. തോംസണാണ്. എന്തുപയോഗിച്ച്? കാഥോഡ് റേ ട്യൂബ്. എന്താണ്? കാഥോഡ് റേ ട്യൂബ്. ഇനി J.J. തോംസൺ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹി അപ്ലൈഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി പാത്ത് ഓഫ് ദി ഇലക്ട്രോൺസ്. കാഥോഡ് റേ ട്യൂബിൽ ഇലക്ട്രോൺസ് ഉണ്ടാകും എന്ന് നമുക്കറിയാം. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഈ പാത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇദ്ദേഹം അപ്ലൈ ചെയ്തത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. അപ്പോൾ ഹി അപ്ലൈഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി പാത്ത് ഓഫ് ദി ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ്. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ. ദേ ആർ പെർപെൻഡിക്കുലർ ടു ദി പാത്ത് ഓഫ് ദി ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ പാത്തിന് പെർപെൻഡിക്കുലറുമാണ്. അപ്പോൾ ഒന്ന് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ മറ്റൊന്ന് വൈ ഡയറക്ഷൻ, വേറൊന്ന് സെഡ് ഡയറക്ഷൻ. അടുത്ത പോയിന്റ് നോക്കാം. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ പാത്ത് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇലക്ട്രോൺസ് പോകുന്ന പാത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യും. ഈ ഡീവിയേഷൻ്റെ എമൗണ്ട് എന്തെല്ലാം കാര്യങ്ങളെ ആശ്രയിക്കുന്നു എന്നാണ് നോക്കുന്നത്. The amount of deviation of electrons from their path depends on the following factors. അപ്പോൾ ഇലക്ട്രോൺസ് പോകുന്ന പാത്തിൽ നിന്നും അവയ്ക്കുണ്ടാകുന്ന ഡീവിയേഷൻ താഴെ പറയുന്ന ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. എ, greater the magnitude of the charge on the particle, greater is the deflection. പാർട്ടിക്കിളിൻ്റെ മേലെയുള്ള ചാർജ് കൂടിയാൽ ഡിഫ്ലക്ഷൻ കൂടും. പാർട്ടിക്കിളിൻ്റെ മേലെയുള്ള ചാർജ് കൂടുതലാണെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടും. കാരണം എന്താണ്? ചാർജ് കൂടിയാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ കൂടും. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ചാർജ് കൂടിയാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കൂടുതൽ ഇൻ്ററാക്ട് ചെയ്യും. അങ്ങനെ കൂടുതൽ ഡിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ഈ പോയിന്റ് നോക്കൂ. ഗ്രേറ്റർ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ഓൺ ദി പാർട്ടിക്കിൾ, ഗ്രേറ്റർ ഈസ് ദ ഡിഫ്ലക്ഷൻ. അപ്പോൾ ചാർജ് കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചാർജ് കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടും. അതിൻ്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ചാർജ് കൂടുമ്പോൾ ഡിഫ്ലക്ഷൻ കൂടാൻ കാരണം? ബിക്കോസ് ഗ്രേറ്റർ ഈസ് ദ ഇൻ്ററാക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾ വിത്ത് ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്
ഈ പാർട്ടിക്കിൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും, കാരണം അതിൻ്റെ ചാർജ് കൂടുതലാണ്. ശരിയല്ലോ. അടുത്തത്, പാർട്ടിക്കിളിൻ്റെ കനം കുറവാണെങ്കിൽ, മാസ് കുറവാണെങ്കിൽ, അതായത് ലൈറ്റർ ആണെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടും. ലൈറ്റർ ഈസ് ദ പാർട്ടിക്കിൾ, ഗ്രേറ്റർ ഈസ് ദ ഡിഫ്ലക്ഷൻ. ഇപ്പം ലൈറ്റർ പാർട്ടിക്കിൾ ആണെങ്കിൽ ഡിഫ്ലക്ഷൻ്റെ തോത്, അളവ് കൂടുതലാണ്. അടുത്തത്, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് ഡിഫ്ലക്ഷൻ കൂടും. കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ദ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ദി ഇൻക്രീസ് ഇൻ വോൾട്ടേജ് അക്രോസ് ദി ഇലക്ട്രോൺസ്. ഓക്കെ. അടുത്ത പോയിന്റ്, the deflection of electrons increases with the increase in strength of the magnetic field or electric field. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ ഡിഫ്ലക്ഷൻ കൂടും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ ഡിഫ്ലക്ഷൻ കൂടും. അപ്പോൾ ജെ തോംസൺ പഠിച്ചത് ഇലക്ട്രോണിൻ്റെ ഡിഫ്ലക്ഷനാണ്. എപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനെ കുറിച്ചാണ് പഠിച്ചത്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കാണാം. ഒരു ചിത്രം നോക്കൂ. ഇതാണ് നമ്മുടെ കാഥോഡ് റേ ട്യൂബ്. ഈ കാണിച്ചിരിക്കുന്നതാണ് കാഥോഡ് റേ ട്യൂബ്. ഒരു ട്യൂബാണിത്. ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇത് കാഥോഡ് ഉണ്ടോ, ചെറിയൊരു ചക്രം പോലെ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലേറ്റാണ് കാഥോഡ്. ഈ വലിയ പ്ലേറ്റ് ആനോഡ്. ഒരു DC വോൾട്ടുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെറിയ വര നെഗറ്റീവാണ്, ഈ വലിയ വര കാണിച്ചിരിക്കുന്നത് പോസിറ്റീവാണ്. നമുക്കറിയാം കാഥോഡ് നെഗറ്റീവ് ടെർമിനലാണ്, ആനോഡ് പോസിറ്റീവ് ടെർമിനലാണ്. ആ രീതിയിൽ. ഇനി കാഥോഡ് റേ പാർട്ടിക്കിൾസ് ഇതാ പോകുന്നു. കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് കണ്ടോ, ഈ ചുവപ്പ് കളറിൽ കാണിച്ചിരിക്കുന്നത് കാഥോഡ് റേ പാർട്ടിക്കിൾസ് ആണ്. ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പോകുന്ന വഴിക്കാണ് രണ്ടുപേര് കാത്തിരിക്കുന്നത്. ആരാ ഈ രണ്ടുപേര്? ഇലക്ട്രിക് ഫീൽഡ് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഈ നീല കളറിലും മഞ്ഞ കളറിലും കാണിച്ചിരിക്കുന്ന ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. പ്ലസ് മൈനസ് ഈ രണ്ട് പ്ലേറ്റുകളാണ്. നോർത്ത് സൗത്ത് നമുക്കറിയാം മാഗ്നറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. ഉണ്ടോ, ഒരു യു ഷേപ്ഡ് മാഗ്നറ്റാണ്. എന്തായാലും ഇലക്ട്രോണിൻ്റെ പാത്തും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ചിത്രം ഇതാണ്. ഇനി നോക്കൂ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്യുന്ന സ്ഥലം ബി ആണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് ഹിറ്റ് അറ്റ് ദി പോയിന്റ് ബി ബിക്കോസ് ദേ മൂവ് ഇൻ സ്ട്രേറ്റ് ലൈൻ. കാരണം അവർ സ്ട്രേറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, നമുക്കറിയാം. ഇനി ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്താൽ ദ പാർട്ടിക്കിൾസ് ഹിറ്റ് അറ്റ് എ. മാഗ്നറ്റിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്താൽ ദ പാർട്ടിക്കിൾസ് ഹിറ്റ് അറ്റ് സി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലെ ഡിഫ്ലക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിലെ ഡിഫ്ലക്ഷൻ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ പാർട്ടിക്കിൾസിനെ ഹിറ്റ് ചെയ്യിക്കാം. ബൈ അഡ്ജസ്റ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് വി ക്യാൻ ഹിറ്റ് ദ പാർട്ടിക്കിൾസ് അറ്റ് ദ പോയിന്റ് ബി ഇറ്റ്സെൽഫ്. അപ്പോൾ ചിത്രം ക്ലിയറായി. ഇലക്ട്രോൺസ് പോകുന്നു അല്ലേ, ഇലക്ട്രിക് ഫീൽഡുണ്ട്, മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഡിഫ്ലക്ഷനാണ് എയും മറ്റൊന്ന് സിയും. ഇലക്ട്രിക് ഫീൽഡിലെ ഡിഫ്ലക്ഷൻ എ, മാഗ്നറ്റിക് ഫീൽഡിലെ ഡിഫ്ലക്ഷൻ സി. ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനാണ്. ഈ പാർട്ടിക്കിൾസ് ഇവിടെ വന്ന് തട്ടുമ്പോഴാണ് ഗ്രീനിഷ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. സിൻഡിലേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താഴെ എഴുതിയിട്ടുണ്ട്, നോട്ട് എഴുതിയെടുക്കണം. When only electric field is applied, the electrons deviate from their path and hit the cathode ray tube at point A. A എന്ന് പറയുന്ന പോയിന്റിലാണ് ഹിറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡ് മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ. When only magnetic field is applied, the electron strikes the cathode ray tube at point C. മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാകുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലാണ് ഇലക്ട്രോൺ ഹിറ്റ് ചെയ്യുന്നത്.
by carefully balancing the electric and magnetic field strength. It is possible to keep the electrons in their original path and so the electrons hit at point B. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്താൽ ഇലക്ട്രോൺസിൻ്റെ ഒറിജിനൽ പാത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ബി എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ ഹിറ്റ് ചെയ്യിക്കാം. നേരത്തെ പറഞ്ഞതാണ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ബിയിൽ തന്നെ ഹിറ്റ് ചെയ്യും. ഇഫ് ദർ ആർ നോ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് പാർട്ടിക്കിൾസ് ഹിറ്റ് അറ്റ് ബി. അപ്പോൾ ഡീവിയേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇലക്ട്രോൺസിന് ഡീവിയേഷൻ നടക്കുന്നുണ്ട്. ഇനിയാണ് ജെ തോംസൺ കൺക്ലൂഷനിലെത്തിയത്. ബൈ മെഷറിംഗ് ദ എമൗണ്ട് ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് E/m വാസ് കാൽക്കുലേറ്റഡ് അല്ലെങ്കിൽ ഡിറ്റർമിൻഡ്. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ എമൗണ്ട് മെഷർ ചെയ്തിട്ടാണ് E/m ജെ തോംസൺ കാൽക്കുലേറ്റ് ചെയ്തത്. നമുക്ക് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് മാത്രമേ ഉള്ളൂ, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാത്തമാറ്റിക്സ് നമുക്കില്ല എന്ന് മാത്രം. ഇങ്ങനെ ചെയ്തു ഇങ്ങനെ കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ എമൗണ്ട് മെഷർ ചെയ്ത് E/m കണ്ടുപിടിച്ചു. ഈ വാല്യൂ ഒന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. E/mൻ്റെ വാല്യൂ 1.7 എന്ന് പഠിച്ചാലും മതി, അല്ലെങ്കിൽ 1.75. ഇവിടെ 8 ആയതുകൊണ്ട് 6 എന്ന് പറയാം. 1.76 × 10⁻11 കൂളോം പെർ കിലോഗ്രാം ആണ് വരുന്നത്. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്, കൂളോം പെർ കിലോഗ്രാം. കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് യൂണിറ്റ് സി, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. C/kg. ഓക്കെ. എം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസാണ്. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചാർജാണ്, അല്ലെങ്കിൽ ചാർജ് ഓൺ ദി ഇലക്ട്രോൺ. ഓക്കെ, ശരിയല്ലോ. നോട്ട് എഴുതിയെടുക്കണം. അടുത്ത പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. The value of E/m is found to be same for all electrons irrespective of the source from which they are produced. എവിടെ നിന്ന്, ഏത് കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് കിട്ടിയാലും E/m റേഷ്യോ സെയിം ആണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. കാഥോഡും ആനോഡും ഏതായാലും, കാഥോഡ് റേ ട്യൂബിൻ്റെ ഉള്ളിലെ ഗ്യാസ് ഏതായാലും കിട്ടുന്ന ഇലക്ട്രോൺസ് എല്ലാം ഒരുപോലെയാണ്, അല്ലെങ്കിൽ കാഥോഡ് റേ പാർട്ടിക്കിൾസ് സെയിം ആണ്. അപ്പോൾ ഏത് സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺ കിട്ടിയാലും E/m റേഷ്യോ സെയിം ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സോ ഇലക്ട്രോൺസ് ആർ യൂണിവേഴ്സൽ കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഓൾ മാറ്റർ. എല്ലാ മാറ്ററിലും ഉള്ള അടിസ്ഥാന കണങ്ങളാണ് ആര്? ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളിലും ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പരീക്ഷണം. അപ്പോൾ ജെ തോമസിൻ്റെ പരീക്ഷണം ഒന്ന് നോക്കി വയ്ക്കുക. സാധാരണ പരീക്ഷയ്ക്കൊന്നും ചോദിക്കാറില്ല ഈ കാര്യങ്ങൾ, എങ്കിലും അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. റൈറ്റ് എ നോട്ട് ഓൺ ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജിനെ കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ്. നോക്കാം. R.A. Millikan using oil drop experiment determined the charge on the electrons. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് തീരുമാനിച്ച അല്ലെങ്കിൽ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ആരാണ്? R.A. Millikan. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. എന്താണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്? ഈ ഏരിയയും സാധാരണയായി പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഇദ്ദേഹം കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹി ഫൗണ്ട് ഔട്ട് ദ ചാർജ് ഓൺ ദ ഇലക്ട്രോൺ ആസ് മൈനസ് ആണ് 1.602 × 10⁻−19 C. ഇത്രയും കൂളോം ചാർജാണ്. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത വാല്യൂ ഇത് തന്നെയാണ്, വളരെ അടുത്ത് നിൽക്കുന്ന വാല്യൂ ആണ്. -1.6022 × 10⁻−19 C.
അപ്പോൾ 6 മില്ലിക്കൻ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. ഇനി ഓയിൽ ഡ്രോപ്പ് എക്സ്പീരിമെൻ്റ് നമുക്കൊന്ന് കാണാം. അതിനു മുന്നേ ചെറിയൊരു കാര്യം പറയാം. ഇലക്ട്രോണിൻ്റെ മാസ് എങ്ങനെ കണ്ടെത്തും? എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടെത്തിയത്? ഒരു ട്രിക്കുണ്ട്. ഇ എന്നുള്ളത് മില്ലിക്കൻ കണ്ടുപിടിച്ചു. ഇ ഉണ്ടോ? ഇയുടെ വില നമുക്കറിയാം. ഇ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. E/m ആര് കണ്ടെത്തിയിട്ടുണ്ട്? ജെ തോംസണും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വാല്യൂ നമുക്കറിയാം. E/E/m എന്താണ് ഉണ്ടാവുക? ഇയും ഇയും ക്യാൻസൽ ചെയ്യും. എം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ പൊസിഷനിലേക്ക് പോകും. അതായത് E/E/m എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസാണ്. അപ്പോൾ വാല്യൂ കിട്ടി. ഇ അറിയാം, E/m അറിയാം. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് കിട്ടി. 9.1 എന്ന് പഠിച്ചാലും മതി. ഇൻറ്റു 10⁻³ കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇലക്ട്രോണിൻ്റെ ചാർജ് മില്ലിക്കൻ കണ്ടെത്തി. E/m റേഷ്യോ ജെ തോംസൺ കണ്ടെത്തി. അതിൽ നിന്ന് നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് മനസ്സിലായി. ഒരു പോയിന്റ് ഇലക്ട്രോണിൻ്റെ മാസിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/1837 ആണ് ഇലക്ട്രോണിൻ്റെ മാസ്. അത്രയും ചെറുതാണ്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ മാസിൻ്റെ 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പകുതി. ഇത് 1/2 ഒന്നുമല്ല, വളരെ 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 ചെറുതാണ്. 1/1837 ഇത്രയും ചെറുതാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എടുക്കുക, അതിനെ 1837 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് ഇലക്ട്രോണിൻ്റെ മാസ് കിട്ടുന്നത്. അത്രയും ചെറുതാണ് ഇലക്ട്രോണിൻ്റെ മാസ് എന്നർത്ഥം. ഒരാറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാലും ആറ്റത്തിൻ്റെ മാസിനൊന്നും സംഭവിക്കില്ല. കാരണം മാസ് അത്രയും ചെറുതാണ്, അല്ലേ? സോഡിയത്തിൻ്റെ മാസ് 23. സോഡിയം പ്ലസിൻ്റെ മാസ് എത്ര എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ പേടിക്കേണ്ട, 23 തന്നെ പറയാം. കാരണം ഒരു ഇലക്ട്രോൺ പോയത് കൊണ്ട് സോഡിയത്തിനൊന്നും സംഭവിക്കില്ല. കാരണം അത്രയും ചെറിയ മാസാണ്. ഓക്കെ, എന്തായാലും ഇലക്ട്രോണിൻ്റെ മാസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇനി എക്സാമിന് ചോദിക്കാത്തതാണ് എങ്കിലും നമുക്കൊന്ന് കാണാം, ബുക്കിലുള്ളതാണ്. ഡിസ്ക്രൈബ് മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പീരിമെൻറ്റ് ടു ഡിറ്റർമിൻ ചാർജ് ഓഫ് ഇലക്ട്രോൺ. മില്ലിക്കൻ്റെ എക്സ്പീരിമെൻറ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്. അത് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് മാത്രമേ ഉള്ളൂ, കാൽക്കുലേഷൻ ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഉപകരണത്തിലുള്ളത് നോക്കാം. 2 ചാർജർ പ്ലേറ്റാണ്. ഇതൊരു പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റ്. അങ്ങനെ ഈ സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് 2 ചാർജർ പ്ലേറ്റ്. പിന്നെ ഓയിൽ ഡ്രോപ്ലെറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഓയിലുകളെ ചെറിയ തുള്ളികളാക്കിയിട്ടാണ് ഈ സിസ്റ്റത്തിലേക്ക് കടത്തിവിടുന്നത്. അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് അറ്റോമൈസർ അല്ലെങ്കിൽ സ്പ്രേയർ. സ്പ്രേ ചെയ്യുമ്പോൾ ചെറിയ തുള്ളികളായിട്ട് മാറും. ഓയിലിനെ സ്പ്രേ ചെയ്യുന്നു, ചെറിയ തുള്ളികളായിട്ട് മാറും. വായു അയോണീകരിക്കാൻ എക്സ്റേ ഉപയോഗിക്കുന്നുണ്ട്. ഗ്യാസ് അയോൺസ് ഇവിടെ ഉണ്ടാകും. വായുവിനെ അയോണീകരിക്കാനാണ് എക്സ്റേ ഉപയോഗിക്കുന്നത്. എക്സ്റേ, ഇതിനുള്ളിലെ വായു അയോണീകരിക്കണം. പിന്നെ എന്തൊക്കെയാണുള്ളത്? ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഓയിൽ ഡ്രോപ്ലെറ്റിന് ചാർജ് കിട്ടും. എങ്ങനെയാണ് ചാർജ് കിട്ടുക? ഗ്യാസ് അയോണുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ. എന്താ കൊളൈഡ് ചെയ്യാറിനാൽ? കൂട്ടിയിടിക്കും. അപ്പോൾ ഓയിൽ ഡ്രോപ്ലെറ്റിന് ചാർജ് കിട്ടും ഗ്യാസ് അയോണുകളുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ. അപ്പോൾ ഈ 2 പ്ലേറ്റുകളുടെ ഇടയിൽ ഒരു ചാർജ്ഡ് ഡ്രോപ്ലെറ്റ് ഉണ്ട് എന്ന് കരുതുക. കണ്ടോ, ഓയിൽ ഡ്രോപ്ലെറ്റ്. ഇവനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ടെലസ്കോപ്പ് വെച്ചിട്ട്. ഇവനെ ചാർജ് ഉണ്ട്. എങ്ങനെ ചാർജ് കിട്ടി? ഗ്യാസ് അയോണുമായിട്ട് കൂട്ടിയിരിക്കുമ്പോൾ. ഇവൻ വീഴുന്നതിൻ്റെ വേഗത നമുക്ക് കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ഈ കൊടുക്കുന്ന ചാർജ് അനുസരിച്ച്, ഈ ചാർജർ പ്ലേറ്റുകൾക്ക് കൊടുക്കുന്ന ചാർജിന് അനുസരിച്ച് ഇവർ വീഴുന്നതിൻ്റെ വേഗത നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് എക്സ്പീരിമെൻറ്റിൽ കാര്യമായിട്ട് ഉള്ളത്. അങ്ങനെ എക്സ്പീരിമെൻ്റ് നടത്തി
നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ കൊടുക്കുന്ന ചാർജ് ക്യൂ ആണെന്ന് കരുതുക. സ്മോൾ ക്യൂ, നമ്മൾ കൊടുക്കുന്ന ചാർജ് ക്യൂ ആണ്. ക്യൂ സിക്കൽ ടു എൻ ഇ എന്ന് മില്ലിക്കൻ കണ്ടെത്തി. എൻ എന്ന് പറഞ്ഞാൽ 1 2 3 തുടങ്ങിയ നമ്പേഴ്സാണ്. ഇ എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ ചാർജാണ്. അപ്പം ഏതോ ഒരു ഫണ്ടമെൻ്റൽ ചാർജിൻ്റെ മൾട്ടിപ്പിളാണ് ഈ ചാർജ് വരുന്നത്. ഏതോ ഒരു ഫണ്ടമെൻ്റൽ ചാർജിൻ്റെ മൾട്ടിപ്പിളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചാർജ് എന്ന് മില്ലിക്കൻ കണ്ടെത്തി. ക്യൂ സിക്കൽ ടു എൻ ഇ. അപ്പോൾ ക്യൂ വാല്യൂ നമുക്കറിയാം. എൻ 1 ഇ ആവാം, 2 ഇ ആവാം. അങ്ങനെ ധാരാളം ഡാറ്റ എടുത്തു. അതിൽ നിന്നാണ് ഇലക്ട്രോണിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയത്, ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ കണ്ടെത്തിയത്. ഈ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്, അറ്റോമൈസർ ഫോംസ് ഓയിൽ ഡ്രോപ്ലെറ്റ്. ഓയിലിനെ ചെറിയ തുള്ളികളാക്കും. The mass of the droplets is measured by measuring their falling rate. ഈ ഡ്രോപ്ലെറ്റിൻ്റെ മാസ് നമുക്ക് കണക്കാക്കാം വീഴുന്നതിൻ്റെ റേറ്റിൽ നിന്നും, ഈ ചാർജ്ഡ് പ്ലേറ്റുകളുടെ ഇടയിലുള്ള സ്പീഡിൽ നിന്നും നമുക്ക് മാസ് കണക്കാക്കാം. അടുത്ത പോയിന്റ്, എക്സ്റേ ബീം ചെയ്യുന്നത് എന്താണ്? എക്സ്റേ ബീം അയോണൈസസ് ദ എയർ. Oil droplets acquire charge by colliding with gaseous ions on passing through the ionized air. അപ്പോൾ ഓയിൽ ഡ്രോപ്ലെറ്റുകൾക്ക് ചാർജ് കിട്ടുന്നു. The falling rate of droplets can be controlled by controlling the voltage across the plate. ഈ പ്ലേറ്റുകളുടെ ഇടയിലുള്ള വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വീഴുന്നതിൻ്റെ വേഗത കൺട്രോൾ ചെയ്യാം. Measurement of the effects of electric field strength on the motion of droplets leads to conclusion. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചാർജ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്, അതാണ് നമ്മൾ കൊടുക്കുന്ന ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഡ്രോപ്ലെറ്റിൻ്റെ ചലനത്തെ അല്ലെങ്കിൽ സ്പീഡിനെ സ്വാധീനിക്കുന്നു. ഈ കൺക്ലൂഷനിൽ നിന്നാണ് Q ഈസ് ഈക്വൽ ടു എൻ ഇ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടായത്. കൊടുക്കുന്ന ചാർജ് ഏതോ ഫണ്ടമെൻ്റൽ ചാർജിൻ്റെ മൾട്ടിപ്പിളാണ്. 1 ഇ ആവാം, 2 ഇ ആവാം. ഇങ്ങനെ ധാരാളം ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് ഇലക്ട്രോണിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ക്യൂ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ഓൺ ദി ഡ്രോപ്ലെറ്റ്സ്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജാണ്. എന്നിൻ്റെ വില 1 2 3. ഫ്രം ദിസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ വാസ് അസ്യൂംഡ് അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് എന്ന് പറയും. അപ്പോൾ മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പീരിമെൻറ്റ് വളരെ സിമ്പിളാണ്. 2 ചാർജർ പ്ലേറ്റുകൾ, അതിനിടയ്ക്ക് ഒരു ഡ്രോപ്ലെറ്റ് വരുത്തണം. ആ ഡ്രോപ്ലെറ്റിന് ചാർജ് കിട്ടാൻ ഗ്യാസ് അയോണുമായിട്ട് കൂട്ടിയിടിക്കാൻ സൗകര്യം ഉണ്ടാവണം. അതിനുശേഷം ഈ ഡ്രോപ്ലെറ്റിൻ്റെ ഫോളിംഗ് റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ കൊടുക്കുന്ന ചാർജിനനുസരിച്ച് ഫോളിംഗ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ നിന്നാണ് ക്യൂ ഈസ് ഈക്വൽ ടു എൻ ഇ എന്ന് പറയുന്ന കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്. ഇതിൽ നിന്നും ഇലക്ട്രോണിക് ചാർജ് നമ്മൾ കണക്കാക്കുന്നു. ഇതിൻ്റെ ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് മാത്രമേ ഉള്ളൂ, കാൽക്കുലേഷൻ ഇല്ല. ഈ കൺക്ലൂഷൻ ഇതുപോലെ പഠിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് മില്ലിക്കൻ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ E/M റേഷ്യോയെക്കുറിച്ച് ചർച്ച ചെയ്തു, ഇലക്ട്രോണിൻ്റെ മാസിനെ കുറിച്ച് ചർച്ച ചെയ്തു, പിന്നെ ഇലക്ട്രോണിൻ്റെ ചാർജിനെ കുറിച്ച് ചർച്ച ചെയ്തു. ബാക്കി അടുത്ത ക്ലാസ്. ഓക്കെ.